നമസ്കാരം, ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് Jjrcയുടെ ഒരു മിനി ഡ്രോൺ ആണ്. ബേബി എൽഫി എന്നാണ് ഈ മോഡലിന്റെ പേര്. ഇത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക്, ഒരു ഡ്രോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു ചെറിയ മോഡലാണ്. വളരെ കൺവീനിയന്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഫോൾഡബിൾ ഡ്രോൺ ആണ്. നമുക്കൊന്ന് നോക്കാം. വളരെ ചെറിയ ഒരു മോഡലാണിത്. ഇതിന്റെ ആംസ് എല്ലാം നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടു നടക്കുന്നതിന് വളരെ സൗകര്യമാണ്. വളരെ ചെറുതാണ്. ഇതിന്റെ ബാറ്ററി പാക്ക് നമുക്ക് നോക്കിയറിയാം, വളരെ ചെറുതാണ്. ഇത് മൊബൈലിന്റെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇതിന്റെ മാക്സിമം ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളിത് ടേക്ക് ഓഫ് ചെയ്ത് 5 മിനിറ്റിനകം ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് കുറയും. അപ്പൊ അതിനനുസരിച്ച് നമ്മളിത് റിട്ടേൺ ചെയ്യണം. ഞാൻ ഇതിനകത്തേക്ക് ബാറ്ററി പാക്ക് ഇൻസെർട്ട് ചെയ്യുകയാണ്. ഇൻസെർട്ട് ചെയ്തു, ഓൺ ചെയ്തു. വളരെ ഭംഗിയായിട്ട് LED ഫ്ലാഷ് നമുക്ക് ഇതിനകത്ത് കാണാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 720 പിക്സൽ ക്യാമറയാണ്. ഒരു HD റെഡി ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. അതുപോലെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് സെൻസറുകളൊന്നുമില്ല. കാരണം വളരെ വില കുറഞ്ഞൊരു ഡ്രോൺ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അധികം മരങ്ങളോ ഇതുള്ളിടത്തൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇതിനകത്തുണ്ടെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ഇത് എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിച്ച് ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. നല്ലൊരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഫ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നല്ല ഇമേജസ് ഒക്കെ പകർത്താൻ നമുക്ക് പറ്റും. ഇത് നമുക്കൊന്ന് ഓൺ ചെയ്തു. ഞാൻ ഓൺ ചെയ്തു. റിമോട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. മറ്റുള്ള മോഡലുകളെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു പ്രത്യേകത ഗ്രാവിറ്റി സെൻസർ ഉപയോഗിച്ച് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ റിമോട്ട് ഓൺ ചെയ്തു. റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റിമോട്ടിന് അധികം ജോയ്സ്റ്റിക്കുകളൊന്നുമില്ല. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കൊക്കെ ഈ റിമോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഡ്രോൺ മൂവ് ആവുകയും ചെയ്യും. ഇച്ചിരി എക്സ്പീരിയൻസോടുകൂടി മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ റിമോട്ട് ഉപയോഗിച്ച് ഈ ഡ്രോൺ ഓൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മിനിമം സ്പീഡിൽ മാത്രമാണ് ഇത് ഓൺ ചെയ്യുന്നത്, വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. റിമോട്ട് അനുസരിച്ച് വീണ്ടും റിമോട്ട് ഓൺ ചെയ്തു. ഈ ജോയ്സ്റ്റിക്ക് ഫ്രണ്ടിലേക്ക് നീക്കുന്നതനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് കൂടുന്നതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സ്പേസ് വളരെ കുറവായതുകൊണ്ട് എനിക്ക് കയ്യിൽ നിന്ന് വിടാൻ പറ്റില്ല. ഇതുണ്ടാവും റിമോട്ട് അനങ്ങുന്നതനുസരിച്ച് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആകുന്നു. ഹൈറ്റിലേക്ക് വീഴുന്നു, താഴേക്ക്, ലെഫ്റ്റിലേക്ക്. ഫുൾ ഗ്രാവിറ്റി കൺട്രോളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓഫ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഡ്രോൺ ഫുൾ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ സ്മാർട്ട് ഫോണായിട്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യുന്നതാണ്. Jjrcയുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ, ഡ്രോൺ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുവഴി ഈ ഡ്രോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിമോട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് ഉപയോഗിക്കാം. Jjrcയുടെ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഡ്രോൺ സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ഓൾറെഡി ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിൽ ഇതിന്റെ ഇമേജ് കാണാം.
ഡ്രോണിൻ്റെ ക്യാമറയിലൂടെ കിട്ടുന്ന ഇമേജാണ് ഇപ്പോൾ ഈ മൊബൈൽ ക്യാമറയിൽ വന്നിരിക്കുന്നത്. 720 പിക്സൽ ക്യാമറ ആയതുകൊണ്ട് അതുകൊണ്ട് HD റെഡി ക്യാമറയാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു വീഡിയോ റെസൊല്യൂഷനാണ് നമുക്ക് ഈ ഡ്രോണിൽ നിന്ന് കിട്ടുന്നത്. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സെൻസറുകളൊന്നുമില്ല. നല്ല പ്രൊഫഷണൽ ഡ്രോണുകൾക്കാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും 2 സൈഡ്, അതായത് ഫ്രണ്ട്, ബാക്ക്, ടോപ്പ് സൈഡ്, അതിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള സ്ഥലത്തെല്ലാം സെൻസറുകളുണ്ട്. ഈ സെൻസറുകൾ ഉള്ളതുകൊണ്ട് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വളരെ സൗകര്യമാണ്. സൈഡിൽ മാത്രമാണ് സെൻസർ ഇല്ലാത്തേ ഉള്ളൂ. പക്ഷേ ഈ വില കുറഞ്ഞൊരു ഡ്രോൺ ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് സെൻസറുകളൊന്നുമില്ല. നമ്മുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഇത് ഫ്ലൈ ചെയ്യിക്കാവുന്നതാണ്. ഇതിന്റെ വീഡിയോ നമുക്ക് ഫ്ലൈ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് പരിചയമില്ലാതാണെങ്കിൽ നമുക്ക് നല്ലൊരു ഏരിയ അതിനാവശ്യമുണ്ട്. കാരണം ഇത് എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിച്ച്, പ്രത്യേകിച്ച് ഇതിന് പ്രൊപ്പലർ ഗാർഡൊന്നുമില്ല ഈ മോഡലിന്, എവിടെയെങ്കിലും ഇടിച്ച് ഡാമേജ് ആവാൻ, അപകടം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. അത് നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതുപോലെ നമുക്കൊരു നിശ്ചിത ഹൈറ്റിൽ ഈ ഡ്രോണിനെ ഗ്രാവിറ്റി സെൻസർ ഉപയോഗിച്ച് നിർത്താൻ പറ്റും. അത് നമുക്ക് ഒന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓൺ ചെയ്ത് നോക്കാം. വൈഫൈ ഉപയോഗിച്ചാണ് ഈ ഡ്രോൺ ഇതിലേക്ക് കണക്ട് ആവുന്നത്. പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 25 മീറ്ററോളം ഡിസ്റ്റൻസ് മാത്രമാണ് കമ്പനി അത് അവകാശപ്പെടുന്നത്. അതിലും അത്രയും തന്നെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഏകദേശം ഒരു 20 മീറ്ററിലൊക്കെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊപ്പലർ ഗാർഡോ വേറെ കാര്യങ്ങളോ സെൻസറുകളോ ഇല്ലാത്തത് കൊണ്ട് വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി അപകടപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം. വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാവുന്നതാണ്. കുറച്ച് ശ്രദ്ധിക്കണം മാത്രമേ ഉള്ളൂ. ഒത്തിരി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഡ്രോൺ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കൂടാതെ തന്നെ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.